ഹലോ, അസ്സലാമലൈക്കും. സുദിനാഹിക്കും ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? ദോശയും തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. ഉച്ചക്കത്തെ ലഞ്ചിന് അയിലയുണ്ട്, അതൊന്ന് മുളകിടാം, പിന്നെ കുറച്ച് ഫ്രൈയും ചെയ്യാം. പിന്നെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. അങ്ങനെ ചായയൊക്കെ റെഡിയായി. അങ്ങനത്തെ സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തിയാണ് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പാത്തൂസ് എണീറ്റിട്ടുണ്ട്. മോൻ മദ്രസയിലേക്ക് പോയി. അപ്പോൾ അവൾ ചായ കുടിച്ച് ഇരിപ്പാട്ടോ. അപ്പോൾ തക്കാളി ചമ്മന്തി റെഡിയാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. പിന്നെ അയില ഉമ്മ നന്നാക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കറി വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ നന്നാക്കാം കേട്ടോ മീൻ. അപ്പോൾ തക്കാളി ചമ്മന്തി സെറ്റാക്കിയ ശേഷം പിന്നെ എനിക്കൊന്ന് പുറത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ തിരക്ക് പിടിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാനങ്ങോട്ട് സെറ്റാക്കാം കേട്ടോ. അങ്ങനെ തക്കാളി ചമ്മന്തിയിലേക്ക് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്ത ശേഷം ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ദോശയുടെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. പാത്തൂസിന് ഞാൻ ചുടുന്നതൊക്കെ പാത്തൂസിന് ഒരു കിണ്ണത്തിലിട്ട് കൊടുത്തു കേട്ടോ. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ കഴിച്ചോളൂ. എന്നാലാണ് നമ്മുടെ ആച്ചിമോന് മദ്രസയൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അവൻ വരുമ്പോഴേക്കും ഫുഡ് കഴിക്കലും സുന്ദരി കുട്ടിയായിട്ട് മൊഞ്ചത്തേറ്റിരിക്കണം. അപ്പോൾ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു കിണ്ണത്തിലിട്ട് കൊടുത്തപ്പോൾ വേഗം അങ്ങോട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദോശ കൊണ്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. വേഗം ഫുഡ് കഴിക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? ഇന്ന് ഇക്കൊക്കെ കൊണ്ടാക്കാൻ കേട്ടോ മദ്രസയിൽ. ഇന്ന് ഉമ്മിച്ച് കൊണ്ടാക്കണ്ട, ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മോൻ മദ്രസയിലേക്ക് പോയിട്ടോ. അപ്പോൾ അവൾക്ക് അങ്ങോട്ട് ധൃതി കൂടിയിട്ടോ. ഇക്കക്കല്ലേ കൊണ്ടാക്കണത്. അപ്പോൾ വേഗം തന്നെ മൊഞ്ചത്തിയായിട്ട് ഇരിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ദോശയൊക്കെ തിന്നു. അതിനുശേഷം ഒന്ന് കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് മൊഞ്ചത്തിയായിട്ട് മുമ്പാത്ത് പോയിരുന്നു കേട്ടോ. അങ്ങനെ പാത്തൂസ് നോക്കിയിരിക്കുമ്പോഴുണ്ട് ആച്ചുക്ക പറന്ന് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ സൈക്കിളുമേ. അങ്ങനെ സൈക്കിളൊക്കെ ഒരു ഭാഗത്ത് അങ്ങോട്ട് ഒതുക്കി വെച്ചു. എന്നിട്ട് അവൻ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ച ശേഷം പിന്നെ പാത്തൂസിനും കൊണ്ട് മദ്രസയിലേക്ക് പോയി കേട്ടോ. അങ്ങനെ അവളെ അവിടെ ആക്കി അങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പുറത്തേക്കൊന്ന് പോകാനുണ്ട്. അപ്പോൾ സൊസൈറ്റിയിലൊന്ന് കയറണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ പലചരക്കടയിൽ പോകണം കേട്ടോ. സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ച് കടയിൽ കയറും കേട്ടോ. അപ്പോൾ കുറച്ച് വാങ്ങാൻ പോയാൽ പിന്നെ സഞ്ചി നിറച്ചും സാധനങ്ങളായിട്ടോ ഞാൻ വീട്ടിലേക്ക് പോരാറ്. എന്താണെന്നറിയോ? നമ്മൾ കടയിൽ നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ അയ്യോ ഇതില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കയറ്റി സഞ്ചിയിൽ അങ്ങോട്ട് നിറയ്ക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി കയറ്റി ഒരു വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അടുത്തുള്ള വീട്ടിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച ശേഷം നമ്മുടെ മദ്രസയിൽ അങ്ങോട്ട് എത്തിയിട്ടോ. ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ മദ്രസ പഠിച്ചത്. അപ്പോൾ എൻ്റെ പാത്തൂസിനും ആച്ചുമോനും ഇവിടെ തന്നെയാട്ടോ മദ്രസയിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം, വേനില ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ വരുന്ന വഴി വാങ്ങിയിട്ടോ. അപ്പോൾ പിള്ളേർക്ക് ചൂടല്ലേ, നമ്മളെല്ലാം വെയിലാണ് മദ്രസ വിട്ട് വരും വഴി. അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങി. അങ്ങനെ രണ്ടുപേരും ഐസ്ക്രീമൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാൻ നന്നാറി സർവത്താണ് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയ ശേഷം പിന്നെ നമുക്ക് അടുക്കളയിൽ മീൻകറി വയ്ക്കണ്ടേ. മീനൊക്കെ നന്നാക്കി മുറിച്ച് സെറ്റാക്കി ഉമ്മ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്ത് കുറച്ച് മുളകും പറ്റണം, പിന്നെ കുറച്ച് മുളകിടണം. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഉച്ചക്കത്തെ ലഞ്ചിന് നിങ്ങൾക്ക് എന്തായിരുന്നു കറി? കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം. വ്യൂസ് വളരെയധികം കുറവാണ്, ലൈക്ക് കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. ഒരു ഗ്ലാസ് നന്നാറി സർവത്ത് അങ്ങോട്ട് കുടിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് ഇരുന്നു. അതിനുശേഷം പിന്നെ പലചരക്ക് സാധനങ്ങൾ വേണ്ട
എന്താ വില, തീ പിടിച്ച വിലയാണ് കടയിൽ ചെന്നാൽ. അപ്പോൾ അതൊന്ന് അടക്കി പെറുക്കി വെച്ചു. അതിനുശേഷം എന്താ ചോറൊക്കെ ഒന്ന് വാർത്ത് വെച്ചു കേട്ടോ. അതിനുശേഷം എന്താ നമ്മുടെ അയില മുളക് പുരട്ടണ്ടേ. അപ്പോൾ അതാ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ചെറുനാരങ്ങ നീര് 1 ടീസ്പൂൺ വെള്ളം, എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ചാലിച്ച ശേഷം മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മുളക് പറ്റി സെറ്റാക്കി കേട്ടോ. അതിനുശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ. അതിനുശേഷം ഇതാ ഒരു ചട്ടടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതാ പാകത്തിന് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ അങ്ങോട്ട് ചൂടായി വന്ന ശേഷം ഇതാ നമ്മുടെ ഉലുവ ഒരു നുള്ളിട്ട് അത് പൊട്ടി വന്ന ശേഷം ചെറുള്ളിക്കുട്ടനെ ചതച്ചെടുത്തതും പിന്നെ വെളുത്തുള്ളി 3-4 അല്ലി അരിഞ്ഞതും പിന്നെ പച്ചമുളക് എന്നിവ ഇട്ട് നല്ലപോലെ അങ്ങോട്ട് വയറ്റിയെടുത്ത് അങ്ങോട്ട് സെറ്റാക്കി കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മാങ്ങയാണ് കേട്ടോ. പച്ചമാങ്ങ 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 നാട്ടുമാവിലെ മാങ്ങ. അതേപോലെ തന്നെ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു മാങ്ങ അരിഞ്ഞിങ്ങായിട്ട് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണ അങ്ങോട്ട് ചാലിച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ട് ഇരുന്ന് കഴിച്ചിട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ്. കുഞ്ഞുനാളിലെ മുതൽ മാങ്ങ കിട്ടിയാൽ അത് അരിഞ്ഞ് മുളക് പൊടിയും വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ അങ്ങോട്ട് ചാലിച്ചങ്ങോട്ട് കഴിക്കും കേട്ടോ. ഇപ്പോഴും ആ ശീലം അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. എന്നിട്ടിതാ പാകത്തിനിതാ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നെ തീ കുറച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കാം കേട്ടോ. നന്നായി അങ്ങോട്ട് മിക്സാക്കിയ ശേഷം പിന്നെ നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. മുളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം പിന്നെ ഞാൻ പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം പച്ചമാങ്ങ അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്തു. പിന്നെ നമ്മുടെ ഫ്രഷ് അയില കഴുകി വൃത്തിയാക്കി വെച്ചത് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ടൊന്ന് താത്തി അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വെച്ച് നമുക്ക് അങ്ങോട്ട് വേവിക്കാം കേട്ടോ. ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ രുചികരമായ മീൻകറി സെറ്റായി വരും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ വീഡിയോ. എന്നാലാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ചാറിയാൽ നമ്മുടെ കറി സെറ്റായി വന്നു. അപ്പോൾ വളരെ രുചികരമായ മീൻകറി സെറ്റായിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് മുളക് പറ്റി സെറ്റാക്കി നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചില്ലേ, അതങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് എടുത്തു. അതിനുശേഷം പിന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് പാകത്തിന് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലപോലെ വെട്ടിത്തിളച്ച വെളിച്ചെണ്ണയിലേക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഫ്രൈ ചെയ്യുന്നിടയിൽ പാത്തൂസും മാച്ചുമോനും ചോറ് ചോദിച്ചു വന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, മീൻ ഫ്രൈ ഇല്ലാതെ നിങ്ങൾ ഫുഡ് കഴിക്കില്ലല്ലോ, അപ്പോൾ കുറച്ച് നേരം നിങ്ങൾ 2 പേരും കളിച്ചോളേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 പേരും കളിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ എല്ലാതും ഫ്രൈ ചെയ്തു. മീൻകറിയൊക്കെ പാത്രത്തിലോട്ട് ഒഴിച്ച് അങ്ങനെ സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.